എന്തായാലും പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ, അതായത് പവർ ഹൗസിലോട്ട്, പവർ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര രാശിയാണ് തോന്നുന്നു. അവിടെ കയറുന്നവർക്കെല്ലാം ഒന്നും വയ്യ, അല്ലെങ്കിൽ പറ്റുന്നില്ല, അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ സായാണ് കൺവെൻഷൻ റൂമിൽ പോയിട്ടുള്ളത്. ബിഗ് ബോസിനടുത്ത് പറയാണ്, എനിക്ക് ഭയങ്കര പെയിനാണ്, എനിക്കിങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോലും പറ്റുന്നില്ല, മലർന്ന് കിടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കമിഴ്ന്ന് റിലാക്സായി കിടന്നാലേ കുറച്ചെങ്കിലും സമാധാനം കിട്ടുള്ളൂ. പക്ഷെ എന്താണ് എൻ്റെ കാര്യത്തിൽ എനിക്ക്, അതായത് നമുക്ക് മനസ്സിലാവുന്നത്, സായി ചോദിക്കുന്നത് ഇവിടെ നിൽക്കാൻ പറ്റുമോ, പോകാൻ പറ്റുമോ, പോകേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ബിഗ് ബോസ് പറയുന്നത് നമ്മൾ ഷോയിലും കണ്ടിരുന്നു, സായിയോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സായിക്ക് ഈ വാചക കസർത്ത് ആ ടാസ്കൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് നേരം നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഭയങ്കര പെയിനാണ്, ഒരുപാട് സഹിക്കുന്ന കൂട്ടത്തിലാണ്. അത്രയും പറ്റാതിരിക്കുന്ന സമയത്താണ് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരിക. അപ്പോൾ എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞത്. സോ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഫിസിക്കൽ ടാസ്ക്, അതായത് ബിഗ് ബോസ് വീടാണല്ലോ, അപ്പോൾ ഫിസിക്കൽ ടാസ്ക് എന്ന് വരുമ്പോൾ ഈ കണക്കിന് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് മാക്സിമം റെസ്റ്റ് എടുത്തോളൂ, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് സായിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുക, ഇനി വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് നോക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുക, പറ്റുന്ന പോലെയുള്ളത് ചെയ്താൽ മതി എന്നെല്ലാം ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. നമ്മുടെ സായിക്ക് എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം നടക്കുമ്പോഴൊക്കെ ഒരുമാതിരിയുള്ള ഒരു ആക്ഷൻസൊക്കെയാണ് കാണുന്നത്. സോ എന്തോ പവർ ടീമിൽ കയറി കഴിയുമ്പോൾ ഒരു രാശിയില്ലാത്ത പോലെ പോകുന്നവരൊക്കെ ഇതുപോലെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. സീസൺ 6 എല്ലാവരും പവർ ടീമിൽ കയറാനാണ് ആഗ്രഹിക്കുന്നത്. പോയി കഴിഞ്ഞാൽ ഒരു പവർ വീട് ഭരിച്ചു കാണാം, ഒരാഴ്ചയിലെ നോമിനേഷനിൽ ഫ്രീ ആകും, അങ്ങനെയൊക്കെ. പക്ഷെ എന്തോ സീസൺ 6 പവർ വീട്ടുകാർക്ക് ഒരു രാശിയില്ലാത്ത പോലെ. ഇനിയിപ്പോൾ സായിയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. തൽക്കാലം സായി ഇപ്പോൾ വീണ്ടും അവരോടത്ത് വന്നിരിക്കുന്നുണ്ട്. ഫിസിക്കൽ കണ്ടീഷൻ മോശം എന്ന രീതിയിലേക്കാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. സായിക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ടാസ്കുകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ സിമ്പതി തേടി ഈ വീടിനകത്ത് തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതും സായി ശ്രീരേഖയോട് പറയുന്നുണ്ട്. സോ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ എല്ലാവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.